ഷാർജയിൽ മരിച്ച മലയാളിയായ വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെങ്കിലും അമ്മയ്ക്കൊപ്പം മരിച്ച കുഞ്ഞിന്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാനാണ് വിട്ടുവീഴ്ച ചെയ്തതെന്ന് കുടുംബം. ഇനിയും ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ. ഇതുവരെ മൃതദേഹം കാണാൻ പോലും പറ്റിയിട്ടില്ല. ആരോടും ഒരു എതിർപ്പുമില്ല. കുഞ്ഞിനെ വെച്ച് മത്സരിച്ച് ഒന്നും നേടാനുമില്ല. അച്ഛൻ്റെ അവകാശങ്ങൾ മാനിക്കുന്നുവെന്നും വിഭജികയുടെ കുടുംബം ദുബായിൽ പ്രതികരിച്ചു. എന്നാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും അസ്വാഭാവിക മരണത്തിൽ നാട്ടിലെ നിയമ പോരാട്ടങ്ങൾ തുടരാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ബോഡി വിട്ട് തരണം, രണ്ടുപേരുടെയും ബോഡി വേണമെന്നുള്ള ആവശ്യം നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് ഇങ്ങനെയുള്ളൊരു മരണമാണ്, നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നാട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ അവർ ഒട്ടും തയ്യാറായില്ല. അപ്പം ഇനി ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇത് വൈകും. ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, നാളെ വ്യാഴാഴ്ച ഇതേപോലെ തന്നെ പോകും. നമ്മൾ തർക്കവും കാര്യങ്ങളായിട്ട് പോകും. വീണ്ടും 3 ദിവസം ഇവിടെ അവധി. അപ്പം നമുക്ക് ഇനിയും ഇതിങ്ങനെ ഇപ്പം നടന്നിട്ട് 9-10 ദിവസമാകും. ഇനിയും ഇങ്ങനെ നമ്മൾ കുട്ടീനെ ഇങ്ങനെ വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങളെന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ച്, അതായത് വിഭജികയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്.